Hi everyone, my name is Dixie Simendi. Welcome to another video. Today in this video, alter ego. എന്താണ് ആൾട്ടർ ഈഗോ, എൻ്റെ ലൈഫിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്തത് എന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം നൗ സ്റ്റാർട്ട്. ക്യാമറ ഒന്ന് സെറ്റാക്കിക്കട്ടെ. അപ്പം സെറ്റാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് ആൾട്ടർ ഈഗോ, എൻ്റെ ലൈഫിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്തതെന്ന് പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തപ്പോൾ നമ്മുടെ റെജു പറഞ്ഞു ഇത്തിരി പെടപ്പ് കൂടുതലാണെന്ന് പറഞ്ഞു. പെടപ്പ് ഒഴിവാക്കാൻ പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഞാൻ ഇന്ന് പറയുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നറിയില്ല, മനസ്സിലാവുമെന്ന്. ഇഷ്ടപ്പെടാമെങ്കിലേ, ആർക്കും ഇഷ്ടപ്പെടാൻ വഴിയില്ല. മനസ്സിലാവുമെന്നറിയില്ല. മനസ്സിലായില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ യോധ അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. നിങ്ങൾക്ക് ഡിസ്റ്റർബ് ഉണ്ടോ? എനിക്ക് ഡിസ്റ്റർബ് ഉണ്ട്, എന്നാലും സാല പാവാതെ അവിടെ ഇരുന്ന് കരഞ്ഞോട്ടെ. അപ്പോൾ എന്താണ് ആൾട്ടർ ഈഗോ? ഓക്കെ, ഇത് നമുക്കൊരു സംഭവം അറിയാം, പക്ഷേ നമുക്ക് ഇപ്പം എനിക്ക് പാടാനായിട്ട് നന്നായിട്ട് കഴിവുണ്ടേ. പാടാൻ കഴിവില്ല കേട്ടോ, അത് ഓർത്ത് നിങ്ങൾ വിചാരിക്കണ്ട. നന്നായിട്ട് പാട്ട് പാടും, പക്ഷെ എനിക്ക് സ്റ്റേജിൽ കയറുമ്പോൾ ഭയങ്കര പേടി, മറ്റുള്ളവരുടെ മുന്നിൽ പാടാൻ പേടി ഒക്കെയാണ്. പക്ഷെ നന്നായിട്ട് പാട്ട് പാടും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, വേറൊരു ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യും. അതാണ് ആൾട്ടർ ഈഗോ. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ചെറുപ്പം മുതലേ ബുക്ക് വായിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ഒരിക്കലും പഠിക്കണേ എങ്ങനെയോ നമ്മുടെ ഗവൺമെൻറ് സ്കൂളിൽ ഇപ്പോൾ ഉന്തിത്തള്ളിയൊക്കെ പഠിച്ചു, 10ാം ക്ലാസ് വരെയും പഠിച്ചു, അവർ പാസ്സാക്കി വിട്ടു. പിന്നെ +2 പഠിച്ചിട്ടോ. അങ്ങനെ ലൈഫ് പോയി. കമ്പ്യൂട്ടർ പഠിച്ച് അവർ പാസ്സാക്കി തന്നില്ല. ഒച്ചപ്പാടും വേണം കേൾക്കുമ്പോഴേ പേടിയാണ്. അപ്പോൾ ഈ ബുക്ക് എടുക്കുമ്പോഴത്തേക്കും അപ്പോൾ ഉറക്കം വരും. എന്താണെന്നറിയില്ല. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് കേൾക്കുന്നുണ്ട്, നമ്മൾ വായിക്കണം, വായിച്ച് വളരണം, ലിസൺ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനൊരു ബുക്ക് എടുത്തു, ഇത്രയും വലിയ കാട്ടൊരു ബുക്ക് എടുത്ത്, അയ്യോ കണ്ടപ്പോൾ തന്നെ പേടി, തിരിച്ചു വെച്ച്. രണ്ടാമത്തൊരു ബുക്ക് എടുത്ത്, ഹസ്ബൻഡ് സീക്രട്ട് എന്ന് പറഞ്ഞു. അത് വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല, ഇംഗ്ലീഷായിരുന്നു. പിന്നെ അതങ്ങനെ തന്നെ വെച്ചു. പിന്നെ ഒരു ചെറിയൊരു 132 പേജുള്ളൊരു സ്റ്റോറി എടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്തായാലും വായിക്കണം. പക്ഷേ വായിക്കാൻ ബുക്ക് എടുക്കും, ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കും, അവിടെ ഇരുന്ന് ഉറങ്ങും. 2 ദിവസം ഇങ്ങനെ തന്നെ ഇരുന്ന്. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങി, ഇവിടുത്തെ പണിയൊന്നും നടക്കാതെ വരുമ്പോൾ എന്നെ ഇവിടെ ഇരുന്ന് പറപ്പിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങനെയും വായിക്കും, വായനാശീലം വളർത്തിയെടുക്കണം. എങ്ങനെ എടുക്കും? ഞാൻ ഈ ബുക്കെടുത്ത് ഒരു പെന്നെടുത്ത് കയ്യിൽ, പെന്നിവിടെ ഇല്ല, പെന്നിവിടെ, ഒരു മിനിറ്റ്, ഇത് വൈറ്റ്നറാണേ. പെന്നെടുക്കും, റൈറ്റ് ഹാൻഡിൽ വെക്കും, എന്നിട്ട് കാലുമേ കാല് കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഞാൻ പറയും ഐ ആം ദ ഈഗിൾ. ഞാൻ ആൾട്ടർ ഈഗോ അപ്ലൈ ചെയ്യുന്ന കാര്യം കേട്ടോ പറയണേ. ഐ ആം ദ ഈഗിൾ, ഐ ആം നോട്ട് എ റസ്റ്റ്, ഐ ആം ഓൺലി ഫ്ലൈ. നിങ്ങൾക്ക് അത്ഭുതം എന്ന് പറയട്ടെ, ഒരു പാരഗ്രാഫ് പോലും ഒരു ദിവസം വായിക്കാൻ പറ്റാത്ത ആൾ ഒരു 3 ദിവസം കൊണ്ട് ഞാൻ ആ ബുക്ക് വായിച്ചെന്നുള്ളതാണ്. ഞാൻ ഈ പേനെടുത്ത് കയ്യിലിങ്ങനെ റൈറ്റ് ഹാൻഡിൽ വയ്ക്കും, കാലിങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചിട്ട്, എൻ്റെ പോസ്റ്ററൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ പറയും ഐ ആം ദി ഈഗിൾ, നോട്ട് റെസ്റ്റ്, നോ സ്ലീപ്പ്, ഓൺലി ഫ്ലൈയിങ് ഓൺ ദ സ്കൈ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ അങ്ങനെ പറഞ്ഞ് പെട്ടെന്നൊന്നും നടക്കത്തൊന്നുമില്ല കേട്ടോ. പക്ഷേ ഞാൻ ഒരാഴ്ച പ്രാക്ടീസ് ചെയ്തിട്ട് ആണ് അത് വായിക്കാൻ തുടങ്ങിയത്. പക്ഷേ 3 ദിവസം കൊണ്ട് ആ ബുക്ക് വായിച്ചെന്നാണ്. ഞാൻ ബുക്ക് അടുത്ത ദിവസം ഞാൻ കാണിച്ചുതരാം. ഞാനിപ്പോൾ ബുക്ക് എടുത്തില്ല, ആൾക്കാർ പുറത്ത് പോയ സമയത്ത് വീഡിയോ എടുത്തതാണ്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. പക്ഷേ അപ്ലൈ ചെയ്ത് എന്താ കുഴപ്പമെന്ന് പറയുമ്പോൾ, നമ്മൾ വേറൊരു ക്യാരക്ടറിനെ സൃഷ്ടിക്കുമ്പോഴത്തേക്കും നമ്മൾ ആ ക്യാരക്ടറിൽ നിന്ന് പുറത്ത് വരുമ്പോൾ തനി നമ്മളായിട്ട് മാറും. അപ്പം നമ്മളായിട്ടിരിക്കുന്നതായിരിക്കും ബെറ്റർ. പക്ഷെ ഞാൻ ബുക്ക് വായിക്കാൻ തുടങ്ങി. ഫസ്റ്റ് ബുക്ക് ഞാൻ പറഞ്ഞത് ഹസ്ബൻഡ് സീക്രട്ടാണ്. അത് വായിച്ചില്ല. മറ്റേ ബുക്കിൻ്റെ പേര് ഞാൻ പറഞ്ഞു. ബുക്ക് വെറുതെ വായിച്ചിട്ടുള്ളൂ, കഥകളൊന്നും മനസ്സിലായില്ല. ഇംഗ്ലീഷിലെ സ്റ്റോറീസ് ആയിരുന്നു, മനസ്സിലായില്ല. എന്തായാലും വായിക്കണം. ഇനി അടുത്ത ബുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡിലെ ഓതറുടെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അത് വായിക്കണം. അപ്പോൾ എല്ലാ ബുക്കും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ആൾട്ടർ ഈഗോ. അപ്പോൾ ഞാൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പെടപ്പ് മാറിയ രജനല്ല കേട്ടോ, റെജു പറഞ്ഞ് എനിക്ക് ഇത്തിരി പെടപ്പ് കൊടുക്കാം.
അപ്പോൾ ഇതാണ് നമ്മൾ വേറൊരു ക്യാരക്ടറിനെ നമ്മൾ തന്നെ സൃഷ്ടിച്ചെടുക്കും. അതായത് മറ്റേ അന്യൻ സിനിമയിലെ പോലെ നമ്മൾ മാറണതല്ല, ഇത് നമ്മൾ സ്വമേധയാ നമ്മളിലേക്ക് വേറൊരു ക്യാരക്ടറിനെ സൃഷ്ടിച്ചെടുക്കുക. അപ്പം ഇപ്പോൾ സ്റ്റേജിൽ കയറാൻ പാടാൻ പേടിയുണ്ടെങ്കിൽ ഞാൻ ആ ക്യാരക്ടർ സൃഷ്ടിച്ചിട്ട് ഞാൻ സ്റ്റേജിൽ കയറി നന്നായിട്ട്. അങ്ങനെ ഒരു ഇംഗ്ലീഷിൽ പാട്ട് പറഞ്ഞ ഒരു ലേഡി ഉണ്ട്, അവരുടെ പേര് ഞാൻ മറന്നുപോയി. ഇപ്പം അതൊന്നും തപ്പിപ്പിടിച്ചെടുക്കാൻ പറ്റിയ സമയമില്ല, ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് ഒരു വീഡിയോ ജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പെടപ്പ് കൂടുതലുണ്ടോ എന്ന് പറയണം. ഓക്കെ, താങ്ക് യു, ബൈ.